അടുത്തിടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്. ഇന്ത്യ ഒരു വലിയ സ്ട്രാറ്റജിക്കൽ ബോംബ് സൃഷ്ടിക്കാൻ പോവുകയാണ്. 12,000 കിലോമീറ്റർ അകലെ ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള അത്രയും റേഞ്ച് ഉള്ള ഒരു ബോംബർ. കൂടാതെ ലോകത്തിലുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും ആക്രമിക്കാൻ ഈ ഒരു ബോംബറിനെ കൊണ്ട് കഴിയുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ വീണ്ടും ചില ദിവസത്തിൽ തന്നെ ഈ ഒരു സന്ദേശത്തെ നിരസിക്കപ്പെട്ടു. അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ ഐഡിയ പോലും ഞങ്ങളുടെ പക്കൽ ഇല്ല എന്ന് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു പ്രസ്താവന നടത്തി. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കൽ ബോംബേഴ്സ് ആവശ്യമാണോ ഇല്ലയോ, ഇതിനു മുൻപ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ULRA അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, ഇതാണ് പ്രോജക്റ്റ്, ഒരു ബോംബറിന്റെ പ്രോജക്റ്റ്. ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഒരു ബോംബർ വിമാനം എന്താണ്, ഇത് ഈ ഒരു വിമാനത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അറിയണം. ബോംബർ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ അറ്റാക്ക് എയർക്രാഫ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിമാനം. ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഫൈറ്റർ ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ പൈലറ്റ്, ഡുവൽ പൈലറ്റ്, ഇങ്ങനെ അതിന്റെ മെക്കാനിസത്തിനനുസരിച്ച് ഇതുപോലുള്ള വിമാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടവും കോട്ടവും നമ്മൾ അറിയണം. ഇതിനെ ഇന്റർസെപ്റ്ററായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുവഴി പല മിഷൻസ്, സെപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്, അല്ലെങ്കിൽ അകത്ത് ചെന്ന് അതിന്റെ ടാർഗറ്റിനെ സ്ട്രൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ചില നേട്ടങ്ങൾ ഇതിനുണ്ടെങ്കിലും ലിമിറ്റഡ് നമ്പർ ഓഫ് വെപ്പൺസ് മാത്രമേ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വെപ്പൺസ് കൊണ്ടുപോകുന്ന അളവിനെ സംബന്ധിച്ച് ഇതിന്റെ ലിമിറ്റേഷൻസ് ഇതിനൊരു വലിയ കോട്ടം തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതൽ ബോംബുകൾ കൊണ്ടുപോയി ശത്രുക്കളുടെ പൊസിഷൻസിൽ മഴ പോലെ പൊഴിയുന്നതിന് വേണ്ടിയും സൃഷ്ടിച്ചതാണ് ബോംബർ എയർക്രാഫ്റ്റ്. ഈ ബോംബർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിലുള്ള നിരവധി രാജ്യങ്ങളുടെ പക്കൽ ഇതുണ്ട്. ടോപ്പ് 3 രാജ്യങ്ങൾ എടുത്താൽ അമേരിക്ക, റഷ്യ, ചൈന. ഈ 3 രാജ്യങ്ങളാണ് ബോംബർ സാങ്കേതിക വിദ്യയിൽ ടോപ്പിലുള്ളത്. ചൈനയെ നമ്മൾ അങ്ങനെ വലുതായൊന്നും പറയാൻ പറ്റില്ല. റിയാലിറ്റിയിൽ ചൈന ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ പക്കലുള്ള ഈ വെപ്പൺസിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അവരുടെ പക്കലുള്ള കൂടുതൽ ബോംബർ ഇതൊക്കെ സോവിയറ്റ് യൂണിയന്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് വന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പേരൊന്ന് മാറ്റി, അല്ലെങ്കിൽ പെയിന്റ് മാത്രം പുതുതാക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയന്റെ അതേ ബോംബറിനെ സെറോക്സ് എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ബോംബർ ടെക്നോളജിയിൽ ടോപ്പ് 2 രാജ്യങ്ങൾ അത് അമേരിക്കയും റഷ്യയുമാണ്. അതിനുശേഷം മാത്രമേ ചൈന വരികയുള്ളൂ. എങ്കിലും ഈ ബോംബേഴ്സിന്റെ എര എന്നത് ഇപ്പോഴത്തേക്ക് അടുത്ത ഘട്ടത്തിൽ നോക്കി ഇവോൾവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 5th ജനറേഷൻ ബോംബേഴ്സ് അമേരിക്കയുടെ പക്കലുണ്ട്. അമേരിക്കയുടെ ടോപ്പ് ബോംബർ നോക്കിയാൽ അതിപ്പോഴത്തേക്ക് B2 സ്പിരിറ്റ് ആണ്. അവരുടെ പക്കൽ B-21 റൈഡർ എന്ന ഒരു 6th ജനറേഷൻ സ്ട്രാറ്റജിക്കൽ ബോംബറിലും ബോംബറിന്റെ പ്രോജക്റ്റിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യയെ നോക്കിയാൽ Tu-22, Tu-95, Tu-160, ഇങ്ങനെ ഇവരുടെ പക്കൽ ബോംബറിന്റെ ഒരു ഫ്ലീറ്റ് ഉണ്ടെങ്കിൽ പോലും 5th ജനറേഷൻ ബോംബേഴ്സ് റഷ്യയുടെ പക്കൽ ഇല്ല. അപ്പോൾ ഈ ഒരു ബോംബേഴ്സ്, അമേരിക്കയുടെ ഈ B-21 റൈഡറിന്റെ മാക്സിമം റേഞ്ച് എന്നത് 9,000+ കിലോമീറ്റർ ആണ്. റഷ്യയുടെ Tu-160 അതാണ് അവരുടെ പക്കലുള്ള ടോപ്പ് ബോംബർ. ഇതിന്റെ റേഞ്ച് ഏകദേശം, അതിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കിയാൽ അതിനെ കൊണ്ട് മാക്സിമം 11,000 കിലോമീറ്ററും കഴിഞ്ഞുള്ള ടാർഗറ്റ്സിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതായത് ലോകത്തിലെ ഏത് മുക്കുമൂലയും വേണമെങ്കിലും ആക്രമിക്കാൻ കഴിവുള്ള ഒരു ബോംബർ എയർക്രാഫ്റ്റ് വരെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ ബോംബർ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇനി ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങളുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. നമ്മുടെ പക്കൽ പൂർണ്ണമായൊരു ബോംബർ വിമാനമോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ ബോംബർ വിമാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് പകരം ലൈറ്റ് ബോംബിംഗ് എയർക്രാഫ്റ്റ്, ജാഗ്വാർ ആ കാറ്റഗറിക്ക് കീഴിൽ വരും, മിറാജും ആ കാറ്റഗറിക്ക് കീഴിൽ വരും. 1950 മുതൽ 2005 വരെയും ബ്രിട്ടൻ നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് കാൻവ വിമാനങ്ങളായിരുന്നു. അതും ഈ ജെറ്റ് ബേസ്ഡ് ബോംബേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് വിവിധ മിഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1965, 1971, 1999, ഇങ്ങനെ പാകിസ്ഥാനെതിരെയുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ നമ്മൾ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കലുള്ള ബോംബേഴ്സിന്റെ ഒരു ചരിത്രം. ഇതൊഴികെ വലിയ രീതിയിലുള്ള ബോംബേഴ്സ് ഓപ്പറേറ്റ് ചെയ്തതിന്റെ ചരിത്രമൊന്നും നമുക്കില്ല. 2000 റഷ്യയുടെ Tu-22 ബോംബേഴ്സിനെ 4 എണ്ണം നമ്മൾ ലീസിന് വാങ്ങുകയും ഒരു ഡിക്കേഡ് ഫുള്ളും ഉപയോഗിക്കാനുള്ള ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന സമയത്ത് അതും ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇന്ത്യക്കും ബോംബേഴ്സിനും ഇടയിൽ ഒരു കഥ പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങൾ ആവശ്യമാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ ഈ ബോംബർ എയർക്രാഫ്റ്റിന്റെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് സത്യത്തിൽ ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ ഈ ഒരു അനൗൺസിന്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതും അറിയാൻ കഴിയും. ഈ ബോംബർ എയർക്രാഫ്റ്റ് എന്നത്
പ്യുവർ ഡോമിനൻസ് ആണ് നൽകുന്നത്. ഇപ്പോൾ എൻ്റെ കൺട്രോളിന് കീഴിൽ ഒരു 2-3 രാജ്യങ്ങളുണ്ട്, പക്ഷെ ലോകത്തിൽ ഞാനാണ് വലിയ രാജ്യം, അല്ലെങ്കിൽ എൻ്റെ പവർ ഞാൻ അവിടെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബോംബർ ഫ്ലീറ്റ് തീർച്ചയായും ആവശ്യമാണ്. പ്രാക്ടിക്കലി പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പക്കൽ ഇത്രയേറെ വെപ്പൺസ് ഉണ്ട്. ഇത് നിങ്ങളുടെ രാജ്യത്തിന് മുകളിലൂടെ പറക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഉള്ളിടം പോലും അറിയാതെ അതിനെ നശിപ്പിക്കും. ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകൾക്കാണ് ഈ ബോംബർ ഫ്ലീറ്റ് ആവശ്യം വരുന്നത്. അതല്ലാതെ ഈ ബോംബേഴ്സിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇത് സൃഷ്ടിക്കാനുള്ള കാരണം എങ്ങനെയും നമുക്കൊണ്ട് മറ്റൊരു രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പ്യുവർ ഒഫൻസീവ് വെപ്പൺ മാത്രമാണ് ഈ ബോംബർ ഫ്ലീറ്റ് എന്നത്. അങ്ങനെ നോക്കിയാൽ അമേരിക്ക, നാറ്റോ പ്ലസ് ആ ഒരു സഖ്യം വേൾഡിനെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് അവർക്ക് ബോംബർ ഫ്ലീറ്റ് ആവശ്യമാണ്. അടുത്ത റഷ്യ, യൂറോപ്യൻ കോണ്ടിനെന്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നതിനും മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതിനും ന്യൂക്ലിയർ പവർഡ് ബോംബേഴ്സ് റഷ്യയ്ക്ക് ആവശ്യമാണ്. ഇനി ചൈനയെ നോക്കിയാൽ അമേരിക്കയുടെ ഒരിടം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ റഷ്യയുടെ ഇടം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ പോളിസി അവർക്കുണ്ട്. അതിനുവേണ്ടി അവർക്ക് ആ ബോംബർ ആവശ്യമാണ്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ആർക്കെല്ലാമാണോ ഉള്ളത് അവർക്കെല്ലാം ബോംബർ ഫ്ലീറ്റ് ആവശ്യമാണ്. ചൈനയെ സംബന്ധിച്ച് നോക്കിയാൽ ഈസ്റ്റ് ചൈന സീയിൽ പ്രശ്നമുണ്ട്, തായ്വാനുമായി പ്രശ്നമുണ്ട്, വിയറ്റ്നാമുമായി പ്രശ്നമുണ്ട്, ഫിലിപ്പീൻസുമായി പ്രശ്നമുണ്ട്, ജപ്പാനുമായി പ്രശ്നമുണ്ട്, കൊറിയയുമായി പ്രശ്നമുണ്ട്. ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായും അവർക്ക് പ്രശ്നമുണ്ട്. ഈ ലിസ്റ്റിൽ ഇന്ത്യയെ പറയാൻ മറന്നു, ഇന്ത്യയുമായും അവർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതിന് ബോംബർ ഫ്ലീറ്റ് ആവശ്യമാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇന്ത്യക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട 2 തലവേദനയാണുള്ളത്. അതും നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് ചൈന. ഇവരെ കൗണ്ടർ ചെയ്യുന്നതിന് നമുക്ക് ബോംബർ ഫ്ലീറ്റ് ആവശ്യമില്ലാത്ത ഒന്നാണ്. അത് സത്യമാണ്. നമുക്ക് ബോംബർ ഫ്ലീറ്റ് ആവശ്യമില്ല. പകരം എപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ബോംബർ ഫ്ലീറ്റിന്റെ ആവശ്യകത വരുന്നത് എന്ന് ചോദിച്ചാൽ, ചൈനയെയും കടന്നു ചെന്ന്, ചൈനയ്ക്കും അപ്പുറം ചെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനും അപ്പുറം മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കണം. തെക്ക് ചൈന കടലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രവും കടന്നുള്ള രാജ്യങ്ങളെ നമുക്ക് ആക്രമിക്കണം, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നാൽ മാത്രമേ നമുക്ക് ബോംബേഴ്സിന്റെ ആവശ്യം വരികയുള്ളൂ. എന്നാൽ അതിന്റെ ഫണ്ടിങ്ങും നമ്മുടെ പക്കലില്ല, അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല. അപ്പോൾ ഈ ബോംബേഴ്സ് ഇന്ത്യക്ക് വലിയൊരു നോ മാത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് സൃഷ്ടിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് പ്യുവർ സൈക്കോളജിക്കൽ വാർഫെയർ മാത്രമാണ്. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നതും ചൈനയുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ ആരും ഇവിടെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. പാകിസ്ഥാന്റെ ടോപ്പ് മീഡിയാസ് പോലും ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ എടുത്തു വെച്ച് ഡിബേറ്റ് പോലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു മിലിറ്ററി സംബന്ധിക്കുന്ന വാർത്ത പോലും ഇങ്ങനൊരു ഡിബേറ്റ് ആക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു ഷോക്ക് വേവ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇന്തോ പാകിസ്ഥാനിൽ ഒരു വലിയ പ്രശ്നം സംഭവിക്കും. പാകിസ്ഥാന്റെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലൊരു ടോപ്പിക്ക് പോവുകയാണ്. ഇനി ഈ വശത്ത് ചൈന നോക്കിയാൽ അവിടെ പറയുന്നത് ഇന്ത്യ ഈ റീജിയൻ, ഏഷ്യൻ കോണ്ടിനെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബോംബർ ഫ്ലീറ്റ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അത് ചൈനയിൽ ഒരു സമാധാനം നശിപ്പിക്കുമെന്ന രീതിയിലും അവിടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു പ്യുവർ സൈക്കോളജിക്കൽ വാർഫെയർ, ഒരു PR കണ്ടന്റ് മാത്രമാണ് ഈ ബോംബർ. അടുത്ത ULRA കോൺസെപ്റ്റിലേക്ക് വരാം. അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്. ഇന്ത്യ ഈ ഒരു ബോംബർ നിർമ്മിക്കാൻ പോകുന്നില്ല എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ബോംബർ സൃഷ്ടിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം ബോംബർ ആവശ്യമില്ലാത്ത ഒന്നാണ്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളതും ഞാൻ പറയാം. നമ്മെക്കൊണ്ട് ചൈനയിലെ ഏത് പ്രദേശത്തെ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയും. അതിന് നമ്മുടെ പക്കൽ അഗ്നി സീരീസ് മിസൈൽസ് ഉണ്ട്. മാത്രവുമല്ല, ഈ ബോംബർ എയർക്രാഫ്റ്റ് എന്നത് നമ്മൾ ചിന്തിക്കുന്ന അളവിൽ ഇൻവിസിബിൾ അല്ല. ഇൻവിസിബിൾ എന്ന് നോക്കിയാൽ അമേരിക്കയുടെ 5th ജെൻ ബോംബറും അമേരിക്കയുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന 6th ജനറേഷൻ ബോംബർ മാത്രമാണ് ഇവിടെ റഡാറിന്റെ കണ്ണുകളിൽ പെടാത്തത്. പക്ഷെ അവിടെയും ഒരുപാട് പേര് പറയും, നോക്കുക ഇറാനുള്ളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്തു, ഇറാന്റെ 3 ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നൊക്കെ പറയാം. അവിടെ ഒരു ഡിസ്ട്രക്ഷൻ ആയി ഇല്ല. ആ ഒരു ടോപ്പിക്കിനുള്ളിലേക്ക് പോകുന്നില്ല. ഇതുവരെയും അമേരിക്കയുടെ ബോംബർ ഫ്ലീറ്റ് ഏതൊക്കെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചുവെന്ന് നോക്കിയാൽ കൂടുതലായും സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ്, ആ ഒരു ടെക്നോളജി ഇല്ലാത്ത രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് അവർ ഈ ബോംബർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ അമേരിക്കയുടെ ബോംബേഴ്സ് ചൈനയ്ക്കെതിരെയുള്ള ഒരു പ്രശ്നം നടത്തി, അല്ലെങ്കിൽ ഇതുപോലെ റഷ്യക്കെതിരെയുള്ള ഒരു സ്ട്രൈക്ക് അവരുടെ അതിർത്തിക്കുള്ളിലേക്കൊക്കെ കയറുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അതിൻ്റെ ബാറ്റിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു റിയൽ ടൈം
സ്റ്റെൽത്ത് ടെക്നോളജി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം അമേരിക്കയെ പോലെ തന്നെ വളരെ ശക്തമായ രാജ്യം തന്നെയാണ് ചൈനയും റഷ്യയും ഒക്കെ. അപ്പോൾ അവിടെ കയറി ഒരു ആക്രമണം നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ബോംബറിന്റെ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോഴത്തേക്ക് പ്രാക്ടിക്കലായി അമേരിക്കയാണ് ടോപ്പിലുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും അവിടെ പക്കലുണ്ട്. ഇതൊഴികെയുള്ള എല്ലാ ബോംബർ ഫ്ലീറ്റും ഇവിടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന് വളരെ ഈസിയായ ടാർഗറ്റായി തന്നെ മാറും. ഈ ബോംബർ ഫ്ലീറ്റ് ശത്രുക്കളുടെ എയർ സ്പേസിനുള്ളിലേക്ക് കയറിയാൽ അത് വളരെ വളരെ ഈസി ടാർഗറ്റായി മാറും. അപ്പോൾ സാധാരണയായി തന്നെ ഇത്രയേറെ റിസ്ക് ഉള്ളപ്പോൾ ഒരു കണ്ടസ്റ്റഡ് എൻവയോൺമെന്റ്, ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്കൊണ്ട് നമ്മുടെ ബോംബർ ഫ്ലീറ്റിനെ, ഈ 2 ബോംബർ എയർക്രാഫ്റ്റിനെ ചൈനയ്ക്കുള്ളിലേക്ക് അയക്കാൻ കഴിയില്ല. അതുപോലെയാണ് ചൈനയെ കൊണ്ടും ഈ ബോംബർ എയർക്രാഫ്റ്റിനെ നമ്മുടെ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ബോംബേഴ്സ് എന്നത് പ്യുവർ ത്രെഡ് ആൻഡ് ഡോമിനൻസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്നെക്കാളും പവർ കുറവുള്ള രാജ്യങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ബോംബറുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക്കൽ ബോംബർ എന്ന കോൺസെപ്റ്റ് ഇന്ത്യ മാറ്റിവെച്ചിട്ട് മറ്റ് പ്രോജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലൊരു ഓപ്ഷൻ. ഒരു ഈൽഡ് നൽകും. ക്രൂസ് മിസൈൽ ടെക്നോളജി വർദ്ധിപ്പിക്കുക, ലോങ് റേഞ്ച് ത്രെഡ്സിനെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഫോട്ടോണിക് റഡാർ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഫോട്ടോണിക് റഡാർ പോലുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെ കണ്ടുപിടിക്കുന്ന സാങ്കേതിക വിദ്യയിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ സൃഷ്ടിക്കണം. ലോങ് റേഞ്ച് ഉള്ള എയർ ടു എയർ മിസൈൽസ്, ഇങ്ങനെയുള്ള ഈ ബോംബേഴ്സ് ഒക്കെ 500-600 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ പോലും നമ്മൾ ശത്രുക്കളുടെ എയർ സ്പേസിനുള്ളിൽ കയറി ഒരു 350 കിലോമീറ്ററിനുള്ളിൽ തന്നെ അവ എൻഗേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ BVR മിസൈൽസിന്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. അതിനെ ഇൻക്രീസ് ചെയ്താൽ മാത്രം മതി. ഇതിനൊക്കെ സിറ്റിംഗ് ഡക്സ് എന്നാണ് പറയുന്നത്. വളരെ ഈസിയായി തന്നെ ഈ ബോംബറിനെയൊക്കെ നമുക്ക് വീഴ്ത്താൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ എയർ ടു എയർ മിസൈൽ അതിനെ കില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഒക്കെ ബോംബേഴ്സിന്റെ പക്കലുണ്ട്. മാത്രമല്ല അതിനെ ചുറ്റി ഒരുപാട് വാർ പ്ലെയിൻസ് എസ്കോർട്ടിനും വരും. എന്നാൽ അവയൊക്കെ നമുക്ക് സാച്ചുറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബോംബർ വിമാനത്തിന് കൂടിപ്പോയാൽ 3-4 എയർക്രാഫ്റ്റ് ആയിരിക്കും എസ്കോർട്ടിന് വരിക. ഒരു 8 മുതൽ 10 സർഫസ് ടു എയർ മിസൈൽസ് ഒരു തവണ ഒരുമിച്ച് നിങ്ങൾ ഈ ബോംബറിനെ നോക്കി അയക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ നമുക്ക് വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യത 95% അധികമാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു കിൽ ക്ലെയിം ആകാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ബോംബർ എയർക്രാഫ്റ്റ് എന്നത് ഡോമിനൻസ്, നിങ്ങളെക്കാൾ ബലം കുറഞ്ഞ ശത്രുക്കളെ നിങ്ങൾക്ക് കീഴടക്കുന്നതിന് ഒരു ടൂളായി മാറും. അല്ലാതെ നിങ്ങൾക്ക് ഈക്വലായ ഒരു ശത്രുവിന് ഈ ഒരു ബോംബർ ഉപയോഗിച്ച് നിങ്ങളൊരു പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് സ്റ്റെൽത്ത് അല്ലാത്ത സാങ്കേതിക വിദ്യയിലാണ്. ഒരു പക്ഷേ നിങ്ങൾ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള ബോംബേഴ്സ് നിങ്ങളുടെ പക്കലുണ്ട്. ശത്രുക്കൾ റഡാർസിനെ കൊണ്ട് അതിനെ പിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് രാജാവായി മാറാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇന്ത്യ ഒരു ടെക്നോളജിക്ക് പുറകിൽ പോകാതെ നമ്മുടെ മറ്റ് പവേഴ്സ്, മറ്റ് പ്രോജക്ട്സിൽ സ്റ്റെൽത്തിനെതിരെയുള്ള ആൻറ്റി സ്റ്റെൽത്ത് വെപ്പൺസ് ഒക്കെ കണ്ടുപിടിച്ചാൽ അത് തന്നെ നമുക്ക് മതിയാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ ബോംബേഴ്സ് സൃഷ്ടിക്കുന്നതിനെതിരെയല്ല സംസാരിക്കുന്നത്. ഇന്ത്യക്ക് ബോംബേഴ്സ് വേണ്ട, നമുക്കിത് കാരണം യൂസ് ഒന്നും ഇല്ല എന്നും പറയുന്നില്ല. നമ്മുടെ പക്കൽ ഇപ്പോഴുള്ള ടെക്നോളജി നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്ത് പോയാൽ ഈ ബോംബേഴ്സിൻ്റെ ആവശ്യകതയെ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.